വീഡിയോനേക്കാളും ഫാൻസ് ഇവന്റെ വീഡിയോക്കാണ്. ഞാൻ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു 10,000 വ്യൂവോ അല്ലെങ്കിൽ 2,000 വ്യൂവോ 5,000 വ്യൂവോ. നീ വല്ല വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 1,00,000 വ്യൂവേഴ്സ്, 2,00,000 വ്യൂവേഴ്സ്. ലൂക്ക് ഇവിടെ ഇരുന്നാ ഇത്ര നാൾ ഇവിടെ ഇരിക്കണ്ടല്ലോ, എന്താ പ്രശ്നം? എന്റെ ഇതിലെ വീഡിയോ എടുക്കണം എനിക്ക്. ഇങ്ങോട്ട് വാ, ഇവിടെ കയറിയിരിക്കും. ഹൈഫൈ ചെയ്താ ഹൈഫൈ. ഗുഡ് ബൈ. നെക്സ്റ്റ് മേക്കപ്പ് ഒക്കെ പൂന്നി കാരണം ഞാൻ എത്ര അടിപൊളിയായിട്ട് മേക്കപ്പ് ഇട്ട് മാറി. പിന്നെ നിങ്ങക്ക് വേണ്ടേ അല്ലേ? എല്ലാവർക്കും വേണ്ടോ? നീ കളിക്ക. നീയേ കുറെ നേരം വെച്ചിരുന്നു. 10 മിനിറ്റ് സമയം നീ എനിക്ക് താ. ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ട് നീ എങ്ങടാ വെച്ച് പൊക്കോ. നിന്റെ കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ട് വാ. ആ കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ട് എല്ലാരും എന്നോട് ചോദിക്കണ ചോദ്യമാണ്, ബീഗൾ ഈ വീഡിയോ എനിക്ക് ഇന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ? ഇതിലെ വീഡിയോ എടുക്കണം എനിക്ക്. ഇങ്ങോട്ട് വാ, ഇവിടെ കയറിയിരിക്കും. സിറ്റ് സിറ്റ്. ഗുഡ് ബൈ ഗുഡ് ബൈ. ഹലോ ഗായ്സ്. അപ്പോ അവിടെ ഇവിടെ ഇരുന്നാ മതി. ഇവനാണ് ഈ വീഡിയോയിലത്തെ ഹൈലൈറ്റ്. ഒരു പീസ് ചിക്കന് വേണ്ടി കൂളിംഗ് ഗ്ലാസ് ആണ്. നിന്റെ കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ട് വാ. ആ കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ട് കയറിയിരിക്കോ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ആരാ നീയേ? ആരാ ഇവിടെ കയറിയിരിക്കൂ. നിനക്കും കൂളിംഗ് ഗ്ലാസ്. വെയിറ്റ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കളിക്ക. നീയേ കുറെ നേരം വെച്ചിരുന്നു. നിനക്കാണ് കൂളിംഗ് ഗ്ലാസ് ആണെന്ന് പറഞ്ഞു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൂക്കേന്റെ വീഡിയോ ആണ്. നമ്മൾ ലൂക്കേനെ നമുക്ക് എങ്ങനെ കിട്ടി, ഇതെങ്ങനെ എന്റെ കയ്യിൽ വന്നു, സാലഡായിരുന്നു ഉഷ്ണിക്കുണ്ടായിരുന്നു. ഇവനെങ്ങനെ നമ്മുടെ കയ്യിൽ വന്നു, ഇവനെങ്ങനെ ഞാൻ ഇങ്ങനെ സെറ്റാക്കി എടുത്തു. എല്ലാരും എന്നോട് ചോദിക്കണ ചോദ്യമാണ്, ബീഗൾ ഈ വീഡിയോ എനിക്ക് ഇന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ? ഇന്നിവിടെ ചിക്കനായി പോയി. ഇല്ല. ബീഗളിനെ എങ്ങനെയാണ് ഇത്ര അധികം അനുസരണം? ഇത്രയും അനുസരണശീലമുള്ള ബീഗളോ? ഈ ക്വസ്റ്റ്യൻസ് കേട്ട് ഞാൻ മടുത്തു. സോ ഇന്നത്തെ വീഡിയോ ഇവന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവനാണ് നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ്. ഇവിടെ കണ്ണാട പാപ്പന്മാരെ പോലെ വെക്കാനുള്ള കണ്ണാടി അല്ലാതെ കണ്ണ് കാണാണ്ടാവുമ്പോ ഞാൻ വെച്ചേരാം. ഇത് നിനക്ക് കൂളിംഗ് ഗ്ലാസ് വെക്കാല്ല. നീ അല്ലത് വേണമെന്ന് പറഞ്ഞേ. നീ എന്നെ കിടന്നിട്ട് വേണ്ട പറയണു. ഇവനെന്നെ വേണമെന്ന് പറയുന്നു, ഇവനെന്നെ വേണ്ട പറയണു. ഇത് പോസ് ചെയ്ത് എനിക്ക് തംബ്നെയിൽ കൊടുക്കാം. നിനക്ക് മാത്രം പറയാൻ സാരമുള്ളൂ. എങ്ങനെ നമ്മള് ഇവനെ സെറ്റാക്കി. കേറ്, ചാടി കേറ്. എന്നെ ഒന്ന് ഒഴിവാക്കി തരുമോ? കാല് പിടിക്കാൻ ഞാൻ. ഇങ്ങനെയാണ് ഇവനെങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തു. അനുസരണല്ല പീകിടനം. അയ്യോ അങ്ങനെയല്ലടാ, ഞാൻ എക്സ്പ്രഷൻ ഇട്ടതാ. നീ അവൻ പേടിച്ചു പോയി. ബീഗളിന് ഇത്ര അധികം അനുസരണയോ? പിന്നെന്താ, ലൂക്കിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ലൂക്കിക്ക് എത്ര വയസ്സായി? എങ്ങനെ ഇതൊക്കെ പഠിപ്പിച്ചെടുത്ത്? ഇത്ര അനുസരണയുള്ള ഡോഗോ? നീ ഭയങ്കര ഡീസന്റ് ആണ് എല്ലാരും വിചാരം, പക്ഷെ നീ വെറും തെണ്ടിയാന്ന് എനിക്കറിയാം. എന്റെ മേത്തൊക്കെ ഹെയർ. ഇവന് സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ട്. സോ ഇവിടെ കയറിക്കും. എന്ത് കഷ്ടപ്പാടറിയോ ഇവനെ കൊണ്ട് വീഡിയോ എടുക്കാൻ. അതാണ് ഞാൻ അവനെ കൊണ്ട് വീഡിയോ എടുക്കാത്തത്. ഇത് നല്ല മടിയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവനാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇവനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ഞാൻ വേറെ ഒരു കോലമായി അത് കാര്യമാക്കണ്ട. മേക്കപ്പ് ഒക്കെ പൂന്നി കാരണം ഞാൻ എത്ര അടിപൊളിയായിട്ട് മേക്കപ്പ് ഇട്ടു. ഇതാണ് എന്റെ ലൂക്ക. ഇവനിപ്പോ 2 വയസ്സാണ് പ്രായം. എനിക്ക് തോന്നുന്നു 3 വയസ്സാവാനായി തോന്നുന്നു കേട്ടോ. നിനക്ക് 3 വയസ്സാവാനായി? എനിക്കറിയില്ല. അറിയില്ല. അപ്പൊ അവനറിയില്ല. ഇവന് 3 വയസ്സാവാനായി തോന്നുന്നു. ഇരിക്കോ ഒന്ന് സമാധാനായിട്ട്. 10 മിനിറ്റ് സമയം നീ എനിക്ക് താ. ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ട് നീ എങ്ങടാ വെച്ച് പൊക്കോ. ലൂക്ക് ഇവിടെ ഇരുന്നാ ഇത്ര നാൾ ഇവിടെ ഇരിക്കണ്ടല്ലോ, എന്താ പ്രശ്നം? എന്റെ
ഞാൻ ഡ്രസ്സ് മാറിയ കാരണം ഇവനും ഡ്രസ്സ് മാറി കഴിഞ്ഞാൽ ഇവന്റെ വിചാരം എന്താ വെച്ചാൽ നമ്മൾ പോവാണ്, ടാറ്റ പോവാണ്. അതിനാണ് നമ്മൾ ഡ്രസ്സ് മാറി വെക്കണം എന്നാണ് ഇവന്റെ വിചാരം. അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാത്തത്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവൻ അടങ്ങി ഒതുങ്ങി ഇരിക്കണം എന്റെ മടിയിൽ എന്റെ മടിയിലിരുത്തി വെക്കാം. എനിക്ക് ക്യാമറ പോയി സെറ്റ് ചെയ്യണ്ട, ഇവിടെ ഇരിക്കും. അതിങ്ങനെ ചവിട്ടി പൊട്ടിക്കണം. ഇങ്ങനെ ഇരുന്ന് നമുക്ക് ചെയ്യാം. അതാകുമ്പോ എത്ര നേരം വേണമെങ്കിലും ഇരുന്നോളൂ. അപ്പൊ ഇവന് 2 വയസ്സായി. ഇവന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാൻ അവൾ സമ്മതിച്ചിട്ടില്ല. 2 വയസ്സായി എന്നുണ്ടെങ്കിലും ഇവനും ഇപ്പോഴും സിംഗിളാണ്. ഇതുവരെ ഇവനൊരു പെണ്ണ് പോലും സെറ്റ് ആയിട്ടില്ല. സെറ്റ് ആക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഇവന്റെ മൈൻഡില് ഇവന്റെ ഗേൾ ഫ്രണ്ട് ഞാനാണ്. ഇവന് വേറെ പെമ്പിള്ളാര് ഒന്നും ഇവന് താല്പര്യം. എന്നെ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് അവൻ. പിന്നെ ഇവന് വികൃതി. നിങ്ങൾ ചോദിക്കണം കോമൺ ക്വസ്റ്റ്യൻ ആണ്, ഇത്രയും അനുസരണയുള്ള ബീകളോ? വെറും ഷോയാണ്, വെഗ്ഗില് പിടിച്ച സാധുവിനാണ്. പക്ഷെ സംടൈംസ് ഇവൻ നമ്മുടെ കൂടെ നമ്മൾ പറയുന്നതൊക്കെ കേട്ട് ഇരിക്കും. കുറെ നേരം ഇവന്റെ പിന്നാലെ ഓടിയിട്ടാണ് ഞാൻ ഇവനെ ഇങ്ങനെ പിടിച്ചിരുന്നത്. കുറെ നേരം ഇവനെ ഓടിയിട്ടാണ് ഞാൻ ഇവനിങ്ങനെ പിടിച്ചിരുത്തി വെക്കണം. പക്ഷെ ഇവന്റെ മൈൻഡില് ഇവിടെ എന്തോ നമ്മളെങ്ങോട്ട് പോവാണ്, നമ്മളെന്തോ ഡ്രസ്സൊക്കെ മാറി ഇങ്ങോട്ട് പോവാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്, അച്ഛനമ്മ റെഡി ആവാണെന്നൊക്കെയാണ് ഇവന്റെ ഇപ്പൊ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഇവൻ ബെഗിൽ പിടിച്ചിരിക്കണം. അല്ലെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ചെയറിൽ കയറിയിരിക്കും. പോസ്റ്റ് കൊടുത്താലും എടാ വെയിറ്റ് ചെയ്തിരിക്കടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും വെയിറ്റിങ്ങിന് പുള്ളി കഴിഞ്ഞിട്ട് വേറെ ഡോഗ് ഉണ്ടാവുള്ളൂ. ക്ഷമയുടെ അങ്ങേറ്റാണ്. ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ, അനങ്ങരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ, ഒരു പ്രശ്നമില്ല. അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ എന്റെ കയ്യിൽ കിട്ടിയപ്പോ തൊട്ട് ഞാൻ അവനെ യെസും നോയും പഠിപ്പിച്ചതാണ്. അപ്പൊ അത് കാരണം കുറെയൊക്കെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. ഇവനെ ചെയ്തെടുക്കാനാണെങ്കിലും ഇവനെ പറഞ്ഞു കൊടുക്കാനാണെങ്കിലും ഭയങ്കര ഈസി ആയിരുന്നു കാര്യങ്ങൾ. പിന്നെ ഇവൻ കുറെ നാൾ നമ്മുടെ വീടിന്റെ അകത്ത് തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ കുഞ്ഞിയ വീടാ. അപ്പൊ അത് കാരണം ഇവന്റെ ഹെയർ ലോസ് വന്നപ്പോഴാണ് നമ്മൾ ഇവനെ പുറത്താക്കിയത്. ഹെയർ ലോസ് എന്ത് സെൻസ്, ഒരു ഭയങ്കര ഹെയർ ലോസാണ്. നമുക്ക് എന്താ പറയാ, ഊഹിക്കാൻ പറ്റാത്ത അത്രയും ഹെയർ ലോസ് ഇതിനുണ്ട്. സ്കിൻ ഇൻഫെക്ഷൻ പോലെ ആണ്. പക്ഷെ അന്ന് അവന്റെ മേത്ത് അത് കാണുന്നില്ല. അന്ന് ആ ഹെയർ ലോസ് ഉണ്ട്. ഷെഡിങ് പോലെയൊക്കെയാണ് തോന്നുന്നത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്റെ മേത്താണെങ്കിലും ഫുൾ ഹെയർ ആയി ഉണ്ടാവും. ഇപ്പൊ പുള്ളിക്കാരൻ പുറത്താണ്. പക്ഷെ പുറത്ത് മാറ്റിയപ്പോൾ ഇവന് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ നമ്മളെ വീഡിയോസ് ഒക്കെ എടുക്കുന്നതിലും ഇവൻ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരണതും അതുപോലെ ഓരോ എന്താ പറയാ ഹൈഫൈ തരുന്നതൊക്കെ കുറച്ചൊക്കെ ഇവനെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 മന്തോളം ട്രെയിനിങ്ങിന് വിട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് 1 മന്ത് എടുത്തിട്ടുള്ളൂ. പക്ഷെ അപ്പൊ കുറച്ച് കാര്യങ്ങൾ അവൻ പഠിച്ചെടുത്തു. പിന്നെ ഓൾറെഡി ചെറുപ്പം തൊട്ടേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തത് ഫുഡ് വെച്ചിട്ടാണ്. അവന്റെ ഫുഡ് ടൈമിലാണ് ഞാൻ മെയിൻലി അവനെ ട്രെയിൻ ചെയ്യിപ്പിക്കാറ്. പിന്നെ ഞാൻ ഇവന്റെ അടുത്ത് അങ്ങനെ റൂഡൊന്നും അല്ല കേട്ടോ. പക്ഷെ ഒരു 4 മണി സമയമാകുമ്പോ അത് എന്റെ ഇവന്റെയും ടൈമാണ്. ആ ടൈമിൽ ഞാൻ കുറച്ച് റൂഡായിട്ടിരിക്കും. ആ റൂഡായിട്ടിരിക്കുന്ന സമയത്ത് എന്തിനെങ്ങനെ കിതക്കണേ, കാരണം അവന്റെ വിചാരം നമ്മൾ എവിടേക്ക് പോവാന്ന വിചാരം. അപ്പൊ അതിന് വേണ്ടിട്ട് അവൻ വെയിറ്റ് ചെയ്തിരിക്കുക. അവന് ടെൻഷൻ അടിച്ചിട്ട് വയ്യ, നീ ഇവനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാണോന്നൊക്കെ, ഞാൻ എങ്കിടെ ഡ്രസ്സ് മാറി നിക്കണേന്നൊക്കെയാണ് ഇവന്റെ മൈൻഡില്. ഭയങ്കര വിഷമവും ലോൺലെസ് ഒക്കെ ഉള്ള സമയത്ത് എനിക്ക് ഇവനെ കിട്ടണം. അപ്പോ എന്റെ മെന്റൽ ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ ഓക്കെ ആക്കിയിട്ടുള്ളത് ഇവനാണ്. ഇതൊരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനോ അല്ലെങ്കിൽ വിഷമം എന്തെങ്കിലും വന്നാൽ എനിക്ക് വേറെ ആരില്ലെങ്കിലും കുഴപ്പമില്ല, ഇവൻ ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആയിരിക്കും. എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ എനിക്കൊരു വിഷമം വന്നാൽ ഇവന് എന്നെ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതെനിക്ക് ഉറപ്പാണ്. ഇവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താൽ മതി, ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ ഓക്കെ ആയിക്കോളും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നമ്മൾ പീരീഡ്സ് ഒക്കെ ആവില്ലേ, ആ ടൈമില് എനിക്ക് തോന്നുന്നു ഇവനെ പോലെ എന്നെ ടേക്ക് കെയർ ചെയ്യാൻ വേറെ ആർക്കും പറ്റത്തില്ല. കാരണം അത്ര അടിപൊളിയാണ്. അതായത് നമ്മൾ പറയാണ്ട് തന്നെ നമ്മൾ പെമ്പിള്ളേരെ സംബന്ധിച്ച് പെമ്പിള്ളേരെ അത് പറഞ്ഞാലാണ് പൊതുവെ മനസ്സിലാവുള്ളൂ. പക്ഷെ ഇവനത് പറയേണ്ട ആവശ്യമില്ല. ഇവനത് മനസ്സിലാക്കി എന്നെ ബുദ്ധിമുട്ടിക്കുക ഒന്നുമില്ല. ആ ഒരു 3-4 ദിവസം എല്ലാം പറയുന്നത് കേൾക്കും, ഭയങ്കര അനുസരണയായിരിക്കും, എന്നെ ഓടിപ്പിക്കില്ല, അത്രയും കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. എന്റെ അടുത്തുനിന്ന് മാറേയില്ല, എപ്പോഴും എന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കന്നെ ചെയ്യും. ഒരു നാച്ചുറ. പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം വന്നാലും ഇവൻ എന്റെ മൂഡ് മാറിക്കഴിഞ്ഞാൽ ഇവൻ എന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അത്
ഇവൻ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഭയങ്കര കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ബീഗിൾസിന് അതിനുള്ള കഴിവ് ഉണ്ടെന്ന് തോന്നുന്നു. ബീഗിൾസിനല്ല, ഒരുവിധം ഡോഗ്സിനൊക്കെ അത് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവൻ ഈ ഡ്രസ്സ് ഇടാൻ അവന് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവന്റെ വിചാരം പുറത്തു പോകാന്നാണ്. അങ്ങനെ ഒരു തോട്ടും കൂടെ പുള്ളിക്കാരനുണ്ട്. ഇവൻ അങ്ങനെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡോഗൊന്നും അല്ല. പക്ഷെ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയുന്നതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാലും പുള്ളിക്കാരൻ്റെതായ സാധനങ്ങൾ ഇട്ടാ, നമ്മുടെ സാധനങ്ങളൊന്നും പുള്ളി എടുക്കൊന്നുമില്ല. പുള്ളിക്കാരൻ്റെതായിട്ടുള്ള സാധനം. ഇപ്പൊ ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിരുന്നപ്പോൾ ഇവന് അവന്റെ കൂളിംഗ് ഗ്ലാസ് വെക്കാനുള്ള ടെൻഡൻസി ആയിരുന്നു. അപ്പൊ അവൻ അത് എടുത്തോണ്ട് വന്നു. ഓരോ സിറ്റുവേഷനിൽ അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അത് കുറച്ചും കൂടെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തതാണല്ല. പിന്നെ ഡോഗ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മൾ അവർക്ക് എത്ര ടൈം കൊടുക്കണം അത്രയും അവർ നമ്മളെ മനസ്സിലാക്കാൻ നോക്കും. അതുപോലെ തന്നെ നമ്മുടെ രീതിക്ക് അവർ വരും. നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന റൊട്ടീൻ അവർക്ക് ഓക്കെ ആയിരിക്കും. എവിടേക്കെങ്കിലൊക്കെ പോണ സമയത്ത് ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പുള്ളിക്കാരൻ ആ ബാഗിന്റെ അവിടെ വന്ന് നിൽക്കും. ഇതിന്റെ ഉള്ളിൽ എനിക്ക് കയറിയിരിക്കാൻ പറ്റുമെന്നുള്ള എക്സ്പ്രഷനില് വെപ്രാളവും ഓട്ടവും. പണ്ടൊക്കെ ഞാൻ വല്ലയിടത്തേക്കും പോവുകയാണെങ്കിൽ എൻ്റെ ഷൂവിന്റെ സോക്സ് ഉണ്ടല്ലോ, അപ്പൊ അത് ഞാൻ ഷൂവിന്റെ ഉള്ളിൽ നിന്ന് സോക്സ് വെക്കാം. ആ സോക്സ് ഒക്കെ എടുത്തോണ്ട് പോവും, ഷൂ എടുത്തിട്ട് ഓടും. ഇങ്ങനെയൊക്കെ ഓരോ സ്വഭാവം. ഷൂ ഉണ്ടെങ്കിലല്ലേ ഞാൻ പോവുള്ളൂ. എന്റെ സാധനങ്ങൾ വേറെ ആരും എടുക്കാൻ പാടില്ല, എന്റെ സാധനങ്ങൾ വേറെ ആരും തൊടാൻ പാടില്ല, ആരും യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ കുറെ നിബന്ധനകൾ ഇവനുണ്ട്. അതായത് ഇപ്പൊ എന്റെ ട്രോളി അല്ലെങ്കിൽ എന്റെ ബാഗ് അതൊന്നും വേറെ ആരും ഉപയോഗിക്കാൻ പാടില്ല. എന്റെ വണ്ടി ആരെങ്കിലും തൊട്ടാണ്ടല്ലോ കഥ കഴിഞ്ഞു. രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ അവന്റെ ഫസ്റ്റ് ചെക്കിങ് അതാണ്. എന്റെ വണ്ടിയുമ്പോ പൂച്ച കയറിയിട്ടുണ്ടോ, വണ്ടിയുമ്പോ വേറെ ആരെങ്കിലും സ്മെല്ലുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ. കുറെ കാര്യങ്ങളിൽ എന്നെ ടേക്ക് കെയർ ചെയ്യുന്നതിന് പുള്ളിക്കാരൻ അടിപൊളിയാണ്. അതിലെനിക്കൊരു എന്താ പറയാ, ഞാൻ അത്ര ഹാപ്പിയാണ്. ഇവനിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ആണ് ഈ ഇരിക്കണം മുതൽ. വെറും വെഗിളിയാണ്. വെഗിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഗിളി പിടിച്ച സാധനമാണ്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട, ഇത്ര നേരം എന്നിട്ട് വട്ടം ചുറ്റിച്ചതാണ് ഞാൻ ഈ കിടന്ന് വേർത്തോണ്ടിരിക്കുന്നത്. ഇൻഫെക്ഷൻ എന്താന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നമുക്ക് കുറെ ട്രീറ്റ്മെന്റ് സപ്ലിമെന്റ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഇവന്റെ മേത്ത് പാച്ചസ് ഇല്ല. മേത്ത് പാച്ചസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷനും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുക്കാം. പക്ഷെ പാച്ച് എന്ന് പറഞ്ഞ സാധനം ഇല്ല. അന്ന ഹെയർ ലോസ് ഉണ്ട് താനും, അങ്ങനത്തെ ഒരു ടൈപ്പ്. അപ്പൊ അതെന്താന്ന് എനിക്കറിയില്ല. ഇപ്പൊ അവൻ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ അച്ഛനും അമ്മയും റെഡി ആയിട്ടുണ്ടോ, എങ്കിടാണ് എല്ലാരും കൂടെ പോവാനായിട്ട് പ്ലാൻ എന്നൊക്കെയാണ് അവന്റെ ചിന്ത. അപ്പൊ അവൻ അതാണ് ഇപ്പൊ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ടാണ് പുള്ളിക്കാരൻ ഇരിക്കണത്. അതാണ് നോട്ടം മൊത്തം അങ്ങട്. ആ നോട്ടം അവിടെ നിന്ന് മാറിയിട്ടില്ലല്ലോ. എനിക്ക് കിട്ടിയ 5 ദിവസം, അതായത് ഒരു 2 മാസം പ്രായമുള്ളപ്പോൾ എനിക്ക് കിട്ടണം. എനിക്ക് കിട്ടി 5 ദിവസം. 5 ദിവസത്തിനുള്ളില് ഇവൻ സിറ്റ് പഠിച്ചു, യെസ് നോയും പഠിച്ചു. പഠിപ്പിക്കാം. ഇവരെ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ ഭയങ്കര ഈസിയാ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭയങ്കര ഈസിയാ. പക്ഷെ അതിന് നമ്മൾ ഇവർക്ക് ആദ്യം ടൈം കൊടുക്കണം, ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. ഇവർക്ക് അത്രയും ടൈം, നമുക്ക് എത്രത്തോളം ടൈം നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ കൊടുക്കണം. പിന്നെ ട്രെയിനിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അഡൾട്ട് ആവണേക്കാൾ മുമ്പ് നമ്മൾ ചെയ്യണം. അപ്പോൾ അവര് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ അഡൾട്ട് ആയി കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ പറ്റും, പക്ഷെ ടൈം എടുക്കും. ഇവർ അഡൾട്ടായി എന്നുള്ള ബോധം ഇവർക്കുണ്ട്. ഇപ്പൊ നമ്മൾ അഡൾട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, ഞാൻ അഡൾട്ടായി എന്നുള്ളൊരു സാധനം, ഒരു റിയാക്ട് ചെയ്യാനുള്ള ഒരു സാധനം കപ്പാസിറ്റി നമുക്ക് കിട്ടില്ല അഡൾട്ടായി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഡോഗ്സിനും അവർ അഡൾട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും റിയാക്ട് ചെയ്യാനുള്ള ഒരു തോട്ട് വരും. അപ്പൊ ഇവൻ അഡൾട്ട് സ്റ്റേജിൽ ഇവൻ എന്നോട് പല കാര്യങ്ങളും അനുസരിക്കാത്ത മൂടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നീ അവിടെ കിടന്ന് കുറയ്ക്കുള്ളൂ എന്നുള്ള മൂഡിൽ ഞാൻ നിന്നു. അവൻ നൈസായിട്ട് സെറ്റായി പോയി. പിന്നെ അങ്ങനത്തെ സ്റ്റേജ് അവൻ എടുത്തിട്ടില്ല. അവന് മനസ്സിലായി എന്നോട് എത്ര കാണിച്ചിട്ടും കാര്യമില്ല, അവനെ ചെയ്യാനുള്ള കാര്യങ്ങൾ അവൻ ചെയ്താൽ തന്നെയാണ് അവന് നടക്കേണ്ട കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ള ബോധം അവനുണ്ട്. അങ്ങനെ പിന്നെ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 4-5 ഇരട്ടി നമുക്ക് കിട്ടും തിരിച്ചു. നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു ഇതാണ്. പൂച്ചയ്ക്ക് പോലും പൂച്ച ആണ്, പക്ഷെ പൂച്ച സംടൈംസ് എനിക്കറിയില്ല ഡോഗ്സിനെ പോലെ പൂച്ചയ്ക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ 1-2 ആൾക്കാരുടെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പൂച്ചകളെ കുറിച്ചിട്ടുള്ള, പൂച്ച അനുസരിക്കണതും ടേക്ക് കെയർ ചെയ്യണതൊക്കെ. പക്ഷെ ഡോഗ്സിന്റെ അത്ര പൂച്ച വരുമെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് പൊതുവെ പൂച്ചകളോട് അത്ര താല്പര്യമില്ല. എനിക്ക് പൂച്ചകൾ ഇഷ്ടമാണ്, ഞാൻ തൊടുകയൊക്കെ ചെയ്യും. ബട്ട് എനിക്ക് വളർത്തണം എന്ന് തോന്നിയിട്ടില്ല അങ്ങനെ. പക്ഷെ എനിക്ക് ഡോഗിനെ വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
പിന്നെ എനിക്ക് വേറൊരു ഡോഗിനെ കൂടെ എനിക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അതെനിക്ക് ഷിറ്റ്സൂനെ എടുക്കണം എന്നായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇവന് ചിലപ്പോൾ അത് ബീഗളാണെന്നുണ്ടെങ്കിൽ ഇവന് നല്ലൊരു കൂട്ടാവും. പക്ഷേ ഷിറ്റ്സു ആണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് വീടിന്റെ അകത്ത് തന്നെയായിരിക്കും. പക്ഷെ ഇവന്റെ ഇൻഫെക്ഷൻ മാറാണ്ട് ഇവനെ അകത്ത് കയറ്റാനും പറ്റില്ല. അപ്പൊ മേ ബി ഇവന് ഈഗോ അടിക്കോ, ഇവനത് വിഷമാവോ. ഇപ്പൊ എൻ്റെ അമ്മ തന്നെ എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നത് ഇവന് ഇഷ്ടമല്ല. എൻ്റെ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റേഴ്സോ ആരെങ്കിലും വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നത് ഇവന് ഇഷ്ടമല്ല. ഇവന് ഭയങ്കര പോസിറ്റീവിനെസ് അടിക്കും. ഇവന് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാകും. എന്നിപ്പോൾ ആരെങ്കിലും ഒക്കെ ചീത്ത പറയോ, ഇപ്പോൾ വീടിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അവൻ അപ്പം തുടങ്ങും കൊരാൻ. എന്നെ ആരും ഒന്നും പറയാൻ പാടില്ല. എന്നെപ്പോഴും എനിക്കറിയാം ബീഗളൊരു ഗാർഡ് ഡോഗ് ആണെന്ന് എനിക്കറിയില്ല. ബീഗളൊരു ഹണ്ടിങ് ഡോഗ് പോലത്തെ ഒരു ഡോഗാണ്. പക്ഷെ ഇവനൊരു ഗാർഡ് ഡോഗാന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അവന്റെ സംടൈംസ് ഉള്ള ബിഹേവിയറും അവൻ അലേർട്ട് ആവുമ്പോൾ ഉള്ള അവന്റെ പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ കാണാൻ നല്ല രസമാണ്. പിന്നെ അലേർട്ട് ആവുമ്പോൾ ഇവന്റെ ഒരു പൊസിഷൻ വരും. വാലൊക്കെ പൊന്തിച്ചിട്ടൊരു സാധനം വരും. അത് ഭയങ്കര ഭംഗിയത് കാണാൻ എനിക്കത് തോന്നാറുണ്ട്. അല്ലെങ്കിൽ ഒരു മണ്ടനെ പോലെ അവൻ നടക്കാറ്. പക്ഷെ ഇവൻ അലേർട്ട് ആവുന്ന സമയത്ത് ഇവന്റെ ഒരു പൊസിഷൻ വരും. പൊസിഷൻ വേറെ മൂഡാണ്. ഇവൻ എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു എന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ട്രെയിനിങ് എന്നുള്ള രീതിക്ക് ചെയ്യിപ്പിച്ചൊന്നുമല്ല പുള്ളിക്കാരൻ. പിന്നെ ടൈം കൊടുത്തു. ഞാൻ ഇവന് ടൈം കൊടുത്തു. ഇവൻ അതിനനുസരിച്ച് ഇവൻ ബെറ്റർ ആയിട്ട് വന്നു. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. ടൈം കൊടുക്കാത്തപ്പോ ഇവൻ അങ്ങനെ കേൾക്കാറില്ല. പിന്നെ ഇവന് പിണക്കൊക്കെ ഉണ്ട്. ഇവനെ നമ്മൾ മൈൻഡ് ചെയ്തില്ല. അങ്ങനൊക്കെ ഓരോ സാഹചര്യം വന്നു ഇവൻ സീനാണ്. മൈൻഡ് ചെയ്യില്ല, ഷെയ്ക്കൻ്റെ ചോദിച്ചാൽ തരില്ല, ഹൈഫൈ ചോദിച്ചാൽ തരില്ല. അങ്ങനൊക്കെ ഓരോ സ്വഭാവങ്ങളുണ്ട്. എപ്പോഴെങ്കിലൊക്കെ വീഡിയോ കിട്ടാൻ അത് റാൻഡം ആയിട്ടൊക്കെ കിട്ടുള്ളൂ പിണങ്ങണ സമയത്ത്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടാട്ടോ. ഹൈഫൈ ഹൈഫൈ. ഗുഡ് ബൈ. നെക്സ്റ്റ്. ഗുഡ് ബൈ. ഒരു ഇത് കഴിച്ചി സ്പീക്ക് ചെയ്തേ. സ്പീക്ക്. ഓക്കെ വെയിറ്റ് ടു സ്പീക്ക്. ഗുഡ് ബൈ. ഗുഡ്. സ്പീക്കിന് സംടൈംസ് നമുക്ക് സ്പീക്ക് ഒന്നും പറയണ്ട. ഇങ്ങനെ കാണിച്ചാൽ മതി. കാണിച്ചു തരാം. സ്പീക്ക്. ഹലോ. Look up here. Sit. ഇങ്ങനെ കാണിച്ചാൽ മതിയാ സ്പീക്ക് പറയണമെന്നില്ല. പിന്നെ സിറ്റിനും ആക്ഷൻ മാത്രം കാണിച്ചാൽ മതി, പറയണമെന്നില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ ഗ്രാജുവലി അവൻ ഇതാക്കി വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. എന്റെ വീഡിയോനേക്കാളും ഫാൻസ് ഇവന്റെ വീഡിയോക്കാണ്. അറിയോ നിനക്ക്? എന്റെ വീഡിയോനേക്കാളും ഫാൻസ് നിന്റെ വീഡിയോക്കാണ്. അറിയോ നിനക്കത്? അറിയോ? വീഡിയോനേക്കാളും ഫാൻസ് നിന്റെ വീഡിയോക്കാണ്. അറിയോ അത്? അറിയോ? എനിക്ക് കഴിവുണ്ട് നിനക്കെന്തല്ലേ? ഞാൻ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാ ഒരു 10,000 വ്യൂവോ 10,000 വ്യൂവോ അല്ലെങ്കിൽ 2,000 വ്യൂവോ 5,000 വ്യൂ. നീ വല്ല വീഡിയോ ഇട്ട് കഴിഞ്ഞാ 1,00,000 വ്യൂവേഴ്സ്, 2 lakhs വ്യൂ. അങ്ങനെ. അപ്പൊ ഞാനാരായി? എന്നെ നിങ്ങക്ക് വേണ്ടേ? അല്ലേ? എല്ലാവർക്കും വേണ്ടോ? നിന്നെ മതിയിടാ. എല്ലാവർക്കും ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. ഇവനോട് ഭയങ്കര സ്നേഹമാണ്. കമന്റ് ഒക്കെ ഞാൻ കാണാറുണ്ട്. എനിക്ക് നല്ല സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇനി ഇവനെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഇവന്റെ വിശേഷങ്ങൾ. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.